ഇല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനല്ലേ? ഓക്കെ, നമ്മളിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും പേജ് നമ്പർ 36 എടുത്തേ. പേജ് നമ്പർ 36 എടുത്തോ. സേവ് എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ. സേവ് എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ. അതായത് ഓരോ തുള്ളി വെള്ളവും എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കുക. ഓക്കെ, Ranakpur was a small village in Rajasthan. Ranakpur was a small village in Rajasthan. Ranakpur was a small village in Rajasthan. രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു എന്ത്? രണക്പൂർ. രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു ഏത്? രണക്പൂർ. രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു രണക്പൂർ. The only source of water was an underground spring. The only source of water was an underground spring. The only source of water was an underground spring. അവിടുത്തെ ജലസ്രോതസ് ഭൂഗർഭ നീരുറവ മാത്രമായിരുന്നു. അവിടുത്തെ ജലസ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? ഭൂഗർഭ നീരുറവ മാത്രമായിരുന്നു അവിടുത്തെ ജലസ്രോതസ്. അവിടുത്തെ ജലസ്രോതസ് എന്തായിരുന്നു? ഭൂഗർഭ നീരുറവ മാത്രമായിരുന്നു അവിടുത്തെ ജലസ്രോതസ്. ഓക്കെ, Ranakpur was a small village in Rajasthan. The only source of water was an underground spring. It supplied water to some village wells. It supplied water to some village wells. It supplied water to some village wells. അതായത് അത് എവിടേക്കാണ് സപ്ലൈ ചെയ്യുന്നത്? അവിടുത്തെ ജലസ്രോതസ് ഭൂഗർഭമില്ല മാത്രമായിരുന്നു. ഗ്രാമത്തിലെ ചില കിണറുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നത്. ഗ്രാമത്തിലെ ചില കിണറുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ വെള്ളം വിതരണം ചെയ്യുന്നു. ഗ്രാമത്തിലെ ചില കിണറുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ വെള്ളം വിതരണം ചെയ്യുന്നു. During the summer season, the wells would dry up. During the summer season, the well would dry up. During the summer season, the wells would dry up. അതായത് വേനൽക്കാലമാകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ കിണറിന്റെ വെള്ളങ്ങളെല്ലാം എന്ത് ചെയ്യും? പറ്റും. ആകെ അവിടെ ഒരു ജലസ്രോതസ് പറഞ്ഞാൽ എന്താ? ഭൂഗർഭ നീരുറവയായിരുന്നു. ഭൂഗർഭ നീരുറവയിൽ നിന്നാണ് അവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളിലെയും കിണറുകളിലേക്ക് എന്ത് ചെയ്യുന്നത്? വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. വേനൽക്കാലമാകുമ്പോൾ എന്ത് ചെയ്യും? ഈ കിണറുകളിലൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കാണുന്നത്. വെള്ളം മൊത്തം എന്ത് ചെയ്യും? പറ്റിപ്പോകുന്നതായിരുന്നു. ഓക്കെ, the villagers had to walk 5 miles to reach ജാസ്മോ. ജാസ്മോയിൽ പോയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? 5 മൈൽ അകലെയുള്ള ജാസ്മോയിൽ പോയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? ആ വെള്ളം കൊണ്ടുവന്നിരുന്നത്. വില്ലേജേഴ്സ്, അവിടുത്തെ വില്ലേജിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? 5 മൈൽസ് അകലെ, അവരുടെ സ്ത്രീകളൊക്കെ 5 മൈൽ അകലെ പോയി ജാസ്മോ എന്ന വില്ലേജിൽ നിന്നായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? വെള്ളം കൊണ്ടുവന്നത്. ജാസ്മോയിൽ പോയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? വെള്ളം കൊണ്ട് വന്നിരുന്നത്. ഓക്കെ, the villagers had to walk 5 miles to reach Jasmo and neighboring village to drink water. അതായത് അതിന്റെ അടുത്ത വില്ലേജ് ആയ ജാസ്മോയിൽ പോയി എന്ത് ചെയ്യായിരുന്നു? വെള്ളം ഗ്രാമവാസികള് 5 മൈൽ അകലെയുള്ള ജാസ്മോയിൽ പോയി എന്ത് ചെയ്യായിരുന്നു? വെള്ളം കൊണ്ടുവരുമായിരുന്നു. ഓക്കെ, Jasmo always had plenty of water because it had a lake nearby. Jasmo always had plenty of water because it had a lake nearby. Jasmo always had plenty of water because it had a lake nearby. Jasmo എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജാസ്മോയില് എന്താ? അതിന്റെ അടുത്തായിട്ട് ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു തടാകം ഉള്ളതിനാല് എപ്പോഴും എന്താണ്? ജാസ്മോയിൽ വെള്ളം ഉണ്ടായിരുന്നു. ജാസ്മോയുടെ അടുത്തായിട്ട് എന്താ? ഒരു തടാകം ഉണ്ടായിരുന്നു. ജാസ്മോയുടെ അടുത്ത് എന്തുണ്ടായിരുന്നു? ഒരു തടാകം ഉണ്ടായിരുന്നു. ജാസ്മോയുടെ അടുത്ത് തടാകം ഉള്ളതിനാൽ എന്താ? ജാസ്മോയിൽ എപ്പോഴും എന്താണ്? വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ജാസ്മോയിൽ ഇല്ലായിരുന്നു. അതേസമയം രണക്പൂരിൽ ആകെയുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂഗർഭ ജലം മാത്രമായിരുന്നു. ആ ഭൂഗർഭ ജലത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ള കിണറുകളിലേക്കെല്ലാം വെള്ളം ചെല്ലുന്നത്. ആ ഒരു സോഴ്സ് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? രണക്പൂരിലുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ജാസ്മോയിൽ അങ്ങനെയല്ല. ജാസ്മോയുടെ അടുത്തായിട്ടൊരു തടാകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ? ഇഷ്ടംപോലെ വെള്ളം എന്ത് ചെയ്യാൻ ജാസ്മോയിലുള്ള ആൾക്കാർക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, അതൊന്നുകൂടെ നോക്കിയേ. Ranakpur was a small village in Rajasthan. The only source of water was an underground spring. It supplied water to some village wells. During
because it had a lake nearby. Ranakpur was a small village in Rajasthan. The only source of water was an underground stream. It supplied water to small village wells. Some village wells during the summer season. The wells would dry up. The villagers had to walk 5 miles to reach Jasmo, a neighboring village, to bring water. Jasmo always had plenty of water because it had a lake nearby. Ranakpur was a small village in Rajasthan. The only source of water was an underground spring. It supplied water to some village wells during the summer season. The wells would dry up. The villagers had to walk 5 miles to reach Jasmo, a neighboring village, to bring water. Jasmo always had plenty of water because it had a lake nearby. Okay. As water was less in Ranakpur, the villagers used a very careful. As water was less in Ranakpur, the villagers used it very carefully. അതായത് രണക്പൂരിലെ ആൾക്കാർ രണക്പൂരിൽ വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് അവിടുത്തെ ആളുകൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇതിൽ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ. കുറവായിരുന്നു. ഞങ്ങളുടെ ഗ്രാമവാസികൾ എന്താണ് കരുതലോട് കൂടിയായതുകൊണ്ട് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. രണക്പൂരിൽ വെള്ളം കുറവാണ്. രണക്പൂരിൽ വെള്ളം കുറവായതിനാൽ രണക്പൂരിലുള്ള ഗ്രാമവാസികളൊക്കെ ഇത് വളരെ സൂക്ഷിച്ച് മാത്രം ഇത് ചെയ്തു വെള്ളം ഉപയോഗിച്ചു. രണക്പൂരിൽ വെള്ളം കുറവായതിനാൽ രണക്പൂരിലെ ഗ്രാമവാസികളൊക്കെ ഇത് വളരെ സൂക്ഷിച്ച് മാത്രം എന്ത് ചെയ്തു വെള്ളം ഉപയോഗിച്ചു. As water was less in Ranakpur, the villagers used it very carefully. For all their housework, women used as little water as possible. For all their housework, women used as little water as possible. അവരുടെ വീട്ടിലെ ജോലികളെല്ലാം എന്താ സ്ത്രീകളായിരുന്നു ചെയ്യുന്നത്. അവരെന്താണ് വളരെ സൂക്ഷിച്ച് മാത്രമേ വെള്ളം ഉപയോഗിച്ചുള്ളൂ. അവരുടെ വീട്ടുജോലികളെല്ലാം ചെയ്യുന്ന ആരായിരുന്നു? അവരുടെ സ്ത്രീകളായിരുന്നു. സ്ത്രീകൾ എന്താണ് വളരെ സൂക്ഷിച്ച് മാത്രമേ വെള്ളം ഉപയോഗിച്ചിരുന്നുള്ളൂ. For all their housework, women used as little water as possible. Children were taught not to waste a single drop of water while bathing or washing. Children were taught not to waste a single drop of water while bathing or washing. അതായത് കുട്ടികളും അതുപോലെ തന്നെയായിരുന്നു. കുട്ടികൾ കുളിക്കാനായാലും വാഷിംഗ് കഴുകാനായാലും എന്ത് ചെയ്യാനായാലും എന്താ വളരെ ആവശ്യത്തിന് മാത്രം എന്താണ് വെള്ളം ഉപയോഗിച്ചിരുന്നു. കുളിക്കാനായാലും തുണി കഴുകാനായാലും എല്ലാം കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എന്താണ്? അവർക്ക് ഒട്ടും വെള്ളം ലഭിക്കില്ല. വേറുള്ള അതായത് ജാസ്മോയിൽ പോയാൽ അവരെന്ത് ചെയ്യുന്നത്? അത്യാവശ്യമുള്ള വെള്ളം കൊണ്ടുവരുന്നത്. ആ ഒരു വെള്ളം കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെന്താ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിച്ചിരുന്നു. കുട്ടികളായാലും മുതിർന്നവരായാലും സ്ത്രീകളായാലും വീട്ടിലേക്കുള്ള ആവശ്യത്തിനായാലും കുളിക്കാനായാലും അതുപോലെ തന്നെ തുണി കഴുകാനായാലും എന്തിനായാലും എന്താ അവർ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിച്ചിരുന്നു. നമ്മളെ പോലെ ഇഷ്ടംപോലെ വെള്ളം ചെലവഴിക്കത്തില്ലായിരുന്നു. Okay. Huge water tanks were built by the villagers to collect rainwater. Huge water tanks were built by the villagers to collect rainwater. അതായത് ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കുന്നത് കഴിഞ്ഞിരുന്നു. മഴവെള്ള സംഭരണികൾ ഗ്രാമങ്ങളിൽ വലിയ മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചിരുന്നു. ഗ്രാമങ്ങളിലൊക്കെ വലിയ മഴവെള്ള സംഭരണികൾ അത് നിർമ്മിച്ചിരുന്നു. ഇതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതിരിക്കാനായിട്ട് അവരെന്ത് ചെയ്തിരുന്നു? ഗ്രാമങ്ങളിൽ വലിയ മഴവെള്ള സംഭരണികൾ, അതായത് മഴവെള്ളം വന്ന് നിറയുന്ന മഴവെള്ള സംഭരണികളൊക്കെ ഇരുന്ന് അവർ നിർമ്മിച്ചിരുന്നു. Huge water tanks were built by the villagers to collect rainwater. This water was then used during the summer season when the wells dried
the woman go to Jasmo to bring water. Only when all the water in the village was over did the woman go to Jasmo and to bring water. Only when all the water in the village was over did the woman go to Jasmo to bring water. അതായത് ഗ്രാമത്തിലെ വെള്ളമെല്ലാം തീർന്നപ്പോൾ മാത്രമാണ് സ്ത്രീകളെല്ലാം വെള്ളം കൊണ്ടുവരാൻ ജാസ്മൂരിലേക്ക് പോയി. ജാസ്മൂരി അതായത് കിണക്കൂരിലെ വെള്ളം ഒരു മാർഗവുമില്ല, കിണറുകളിൽ വെള്ളമില്ല, ഭൂഗർഭജല നിറവില്ല, പിന്നെന്താ മഴവെള്ള സംഭരണികളിലെ വെള്ളങ്ങളെല്ലാം തീർന്നു. ആ സമയം അതായത് ഒരു തുള്ളി വെള്ളം പോലും അവിടേക്ക് ലഭിക്കില്ല. അതായത് കിണക്കൂരിൽ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്തൊരവസ്ഥ ആയപ്പോഴായിരുന്നു എന്ത് ചെയ്യുന്നത്, അവിടുത്തെ സ്ത്രീകള് ജാസ്മോയിൽ പോയിരുന്നു. ജാസ്മോയിൽ പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജാസ്മോയിൽ എന്തുണ്ട്? വെള്ളമുണ്ടില്ലേ? ജാസ്മോയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകാൻ കാരണം എന്താ? ജാസ്മോയില് ജാസ്മോയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകാൻ കാരണം എന്താ? ജാസ്മോയിൽ എന്തുണ്ടായിരുന്നു? ഒരു തടാകം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തായിട്ട് തടാകമുള്ളതിനാൽ ജാസ്മോയിൽ എപ്പോഴും വെള്ളമായിരുന്നു. അവിടുത്തെ ആൾക്കാരെന്താ അവരുടെ ഇഷ്ടം അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ കിണക്കൂറിലോ കിണക്കൂര് ഭൂഗർഭ നിരൂപ മാത്രമേ ഉള്ളായിരുന്നു. അതെന്താ? അതിൽ നിന്നായിരുന്നു എല്ലാ ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലേക്കും എന്ത് ചെയ്തിരുന്ന വെള്ളം ലഭിക്കുന്നത്. ആ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ഉപയോഗിച്ചിരുന്നു? മഴയത്ത് മഴവെള്ള സംഭരണികൾ മൂലം സംഭരിച്ചു വെച്ചിരുന്ന വെള്ളം എന്ത് ചെയ്തിരുന്നു? അവര് വേനൽക്കാലം ആകുമ്പോൾ ഉപയോഗിച്ചു. ആ വെള്ളവും തീരുന്നു. അതായത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ മാത്രമായിരുന്നു അവിടുത്തെ സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നത്? ജാസ്മോയിൽ പോയി. ജാസ്മോയിൽ പോയത് എന്തിനാണെന്നൊക്കെ പറഞ്ഞത്? വെള്ളം കൊണ്ടുവരാൻ. ജാസ്മോയിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ സ്ത്രീകൾ എവിടെ പോയിരുന്നത്? ജാസ്മോയിൽ പോയിരുന്നത്. ഓക്കെ, അതൊന്നും നോക്കിക്കേ ആ പാരഗ്രാഫ്. As water was less in Ranakpur, the villagers used it very carefully for all their housework. Women used as little water as possible. Children were taught not to waste a single drop of water with bathing or washing. Huge water tanks were built by the villagers to collect rainwater. This water was then used during the summer season. When the wells dried up, only when all the water in the village was over did the woman go to Jasmo to bring water. As water was less in the Ranakpur, the villagers used it very carefully. For all their housework, women used as little water as possible. Children were taught not to waste a single drop of water in bathing or washing. Huge water tanks were built by the villagers to collect rainwater. This water was used during the summer season when the wells dried up. Only when all the water in the villages was over did the woman go to Jasmo to bring water. ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാൻ പോകുകയാണ്. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫ്. As water was less in Ranakpur, the villagers used it very carefully. For all their housework, women used as little water as possible. Children were taught not to waste a single drop of water while bathing or washing. Huge water tanks were built by the villagers to collect rainwater. This water was then used during the summer season when the wells dried up. Only when all the water in the villages was over did the woman go to Jasmo to bring water. Okay, അടുത്ത paragraph നോക്കിക്കേ. But in Jasmo, the villagers never learned to use water sparingly. അതായത് but in Jasmo, the villagers never learned to use water sparingly. അതായത് എന്നാൽ ജാസ്മോയിലെ ഗ്രാമവാസികൾ ഒരിക്കലും വെള്ളം മിതമായി ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല. ജാസ്മോയിലെ ഗ്രാമവാസികൾ ഒരിക്കലും വെള്ളം മിതമായി ഉപയോഗിക്കാൻ എന്ത് ചെയ്തിട്ടില്ല? പഠിച്ചില്ല. ജാസ്മോയിലെ ഗ്രാമവാസികൾ എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കലും ആ വെള്ളം മിതമായി ഉപയോഗിക്കാൻ എന്ത് ചെയ്തിരുന്നില്ല? പഠിച്ചിട്ടില്ല. ഓക്കെ, everyone including children thirsted water. Everyone including children thirsted water. അതായത് എല്ലാവരും അവിടെ എല്ലാവരും കുട്ടികളടക്കം എല്ലാവരും എന്ത് ചെയ്തിരുന്നു? വെള്ളം പാഴാക്കിയിരുന്നു. അവിടുത്തെ കുട്ടികളടക്കം എല്ലാവരും വെള്ളം പാഴാക്കിയിരുന്നു. കാരണം എന്താണ്? അവർക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് അവർക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. കിണറ്റിലുള്ളവർക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയാത്തതുകൊണ്ട് അത് കുറച്ച് മാത്രമേ ഉപയോഗിക്കൂ. പക്ഷെ ജാസ്മോയിലുള്ള ആൾക്കാർക്കോ അവർക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പിന്നെ അവർ വെള്ളം സംഭരിച്ചു വെക്കുമോ? വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത്? വെള്ളം സംഭരിച്ചു വെക്കുന്നത്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തവർ എന്ത് ചെയ്യില്ല? വെള്ളം സംഭരിക്കുന്നില്ല. അവരെന്ത് ചെയ്തില്ല? വെള്ളം സംഭരിച്ചു വെക്കുന്നില്ലായിരുന്നു.
ധാരാളമായി വെള്ളം ഉള്ളതിനാൽ പിന്നീടുള്ള ഉപയോഗത്തിനായി വെള്ളം സംഭരിക്കുന്നതിനെ കുറിച്ച് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ധാരാളമായി വെള്ളം ഉള്ളതിനാൽ എന്താ പിന്നീട് ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല, വെള്ളം സംഭരിച്ചു വെക്കുന്നതിനെ കുറിച്ച് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ധാരാളമായി അവർക്ക് വെള്ളമുണ്ട്, ബട്ട് അതുകൊണ്ട് എന്താ പിന്നീട് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ, അത് കല്ല് വരുന്നതിന്റെ ആവശ്യമുണ്ടോ? ധാരാളമായി ഉള്ളതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം വേണമെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇല്ലായിരുന്നു. നോക്കിക്കാൻ ഒന്നുകൂടെ. But in Jasmo, the villagers never learned to use water sparingly. Everyone, including children, waste water. They never thought of saving water for later use, as they had plenty of water. Okay. But Jasmo, the villagers never learned to use a water sparingly. Everyone, including children, wasted water. They never thought of saving their water for later use, as they had plenty of water. Okay, but in Jasmo, the villagers never learned to use water sparingly. Everyone, including children, wasted water. They never thought of saving water for later use, as they had plenty of water. അവിടെ വരാനായിട്ട് പഠിച്ചു നമുക്ക് അവരുടെ എല്ലാവരും വായിക്കാൻ പോവുകയാണ്. Ranakpur was a small village in Rajasthan. The only source of water was an underground stream. The supplied water to some villages. During the summer season, the wells would dry up. The villagers had to walk 5 miles to reach Jasmo, a neighboring village, to bring water. Jasmo always had plenty of water because it had a lake nearby. As water was less in Ranakpur, the villagers used it very carefully for all their housework. Women used as little water as possible. Children were taught not to waste a single drop of water while bathing or washing. Huge water tanks were built by the villagers to collect rainwater. This water was then used during the summer season when the wells dried up. Only when all the water in the villages was over did the woman go to Jasmo to bring water. But the Jasmo, the villagers never learned to use water sparingly. Everyone, including children, wasted water. They never thought of saving water for later use, as they had plenty of water. Ranakpur was a small village in Rajasthan. The only source of water was an underground stream. It supplied water to some villages. During the summer season, the wells would dry up. The village had to walk 5 miles to reach Jasmo, a neighboring village, to bring water. Jasmo always had plenty of water because it had a lake nearby. As water was less in Ranakpur, the villagers used it very carefully for all their housework. Women used as little water as possible. The children were told not to waste a single drop of water while bathing or washing. Huge water tanks were built by the villagers to collect rainwater. This water was then used during the summer season when the wells dried up. Only when all the water in the village was over did the woman go to Jasmo to bring water. But the Jasmo, the villagers never learned to use water sparingly. Everyone, including children, wasted water. They never thought of saving water of later use, as they had plenty of water. This last one, അവസാനമായിട്ട് ഒന്നുകൂടെ വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ട് വേണം നിങ്ങൾ റീഡ് ചെയ്യാൻ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും. Ranakpur was a small village in Rajasthan. The only source of water was an underground spring. It supplied water to some village wells during the summer season. The wells would dry up. The villagers had to walk 5 miles to reach Jasmo, a neighboring village, to bring water. Jasmo always had plenty of water because it had a lake nearby. As water was less in Ranakpur, the villagers used it
very carefully for all their housework. Women used as little water as possible. Children were told not to waste a single drop of water while bathing or washing. Huge water tanks were built by the villagers to carry rainwater. This water was used during the summer season when the wells dried up. Only when all the water in the village was over did the woman go to Jasmine to bring water. But in Jasmine, the villagers never learned to use water sparingly. Everyone, including children, wasted water. They never thought of saving water of later use as they had plenty of water. Okay, this is from പഠിച്ച നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 times റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. നിങ്ങളിപ്പോൾ ടീച്ചർ പഠിപ്പിച്ച ആ ലെസൺ ഇല്ല, ലെസൺ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒരു 3 times റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്ത ശേഷം എന്ത് ചെയ്യുക, അതിനെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. ഓക്കെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കാം. ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പേജ് നമ്പർ 202 എടുത്തേ. എല്ലാവരും ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പേജ് നമ്പർ 202 എടുക്കുക. എടുത്തോ? ഓക്കെ. Our houses എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടുകൾ. Our houses എന്താണ്? ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ വീടുകൾ. ഓക്കെ. All of you need a house to live in. All of you need a house to live in. All of you need a house to live in. അതായത് നമുക്ക് എല്ലാവർക്കും താമസിക്കാനായിട്ടുണ്ട് ഒരു വീടുണ്ട്. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനൊരു വീടില്ലേ, അതേപോലെ എല്ലാവർക്കും താമസിക്കാനായിട്ടുണ്ട് ഒരു വീടുണ്ട്. All of us need a house to live in. എല്ലാവർക്കും താമസിക്കാനായിട്ടുണ്ട് ഒരു വീടുണ്ട്. Okay, it protects us from heat, cold, rain, storm, wild animals and thieves. It protects us from heat, cold, rain, storm, wild animals and thieves. അതായത് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും പിന്നെ എന്താണ് മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവരെ സംരക്ഷിക്കുന്നു. നമ്മുടെ വീടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത്? ഹീറ്റ്, കോൾഡ്, റെയിൻ, സ്റ്റോം, വൈൽഡ് എലിമെന്റ്സ് ആൻഡ് തീവ്സ്. അതായത് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീടുകൾ നമ്മളെ സംരക്ഷിക്കുന്നു. നമ്മുടെ വീടുകൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ളത് പറഞ്ഞേ. ഹീറ്റ്, കോൾഡ്, റെയിൻ, സ്റ്റോം, വൈൽഡ് എലിമെന്റ്സ് ആൻഡ് തീവ്സ്. അതായത് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീടുകൾ നമ്മളെ സംരക്ഷിക്കുന്നു. We feel safe and comfortable inside our house. We feel safe and comfortable inside our house. We feel safe and comfortable inside our house. അതുപോലെ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സുഖവും തോന്നും. നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താ, നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും നല്ല സുരക്ഷിതത്വവും അതുപോലെ എന്താണ് സുഖവും കിട്ടില്ലേ. നമ്മുടെ വീടുകളിൽ നമുക്ക് എന്ത് കിട്ടുന്നു, സുരക്ഷിതത്വവും കിട്ടുന്നു, സുഖവും കിട്ടുന്നു. നമ്മുടെ വീടുകളിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു, സുരക്ഷിതത്വവും കിട്ടുന്നു, അതുപോലെ തന്നെ എന്ത് കിട്ടുന്നു, സുഖവും കിട്ടുന്നു. നമ്മുടെ വീടുകളിൽ നമുക്ക് സുരക്ഷിതത്വവും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് കിട്ടുന്നുണ്ട്, സുഖവും കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, all of us need a house to live in to protect us from heat, cold, rain, storm, wild animals and thieves. We feel safe and comfortable inside our house. All of us need a house to live in to protect us from heat, cold, rain, storm, wild animals and thieves. We feel safe and comfortable inside our house. We feel safe and comfortable inside our house. We feel safe and comfortable inside our house. Okay. Every man lived in caves or just under the shade of trees. Every man lived in caves or just under shade of trees. Every man lived in caves or just under the
ഷെയ്ഡ് ഓഫ് ട്രീസ്, അതായത് പണ്ടുള്ള ആദികാല മനുഷ്യർ ജീവിച്ചിട്ട് താമസിച്ചിരുന്ന എവിടെയായിരുന്നു? ഗുഹയിലും അല്ലെങ്കിൽ എവിടെയായിരുന്നു? മരത്തിന്റെ അടിയിലും, അതായത് മരത്തിന്റെ തണലിൽ അല്ലെങ്കിൽ ഗുഹയിലുമായിരുന്നു ആർ താമസിക്കുന്നത്? പണ്ടുള്ള ആദിമകാല മനുഷ്യർ ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു? കേവ്സ്, ഗുഹയിൽ അല്ലെങ്കിൽ എവിടെയാണ്? അണ്ടർ ദ ട്രീസ്, അതായത് ഷെയ്ഡ് ഓഫ് ട്രീസ്, മരത്തിന്റെ തണലിലൊക്കെയായിരുന്നു ആർ ജീവിച്ചിരുന്നത്? ആദിമകാല മനുഷ്യർ ജീവിച്ചിരുന്നത് എവിടെയൊക്കെയായിരുന്നു? ഗുഹയിലും അല്ലെങ്കിൽ മരത്തിന്റെ തണലിലുമായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ആദിമകാല മനുഷ്യർ ജീവിച്ചിരുന്നത്. ഗുഹയിലും അല്ലെങ്കിൽ മരത്തിന്റെ തണലിലുമായിരുന്നു ആര് ജീവിച്ചിരുന്നത്? ആദിമകാല മനുഷ്യർ ജീവിച്ചിരുന്നത്. Early man lived in caves or just under the shade of trees. Early man lived in caves or just under the shade of trees. Okay, the type of house a person built depends upon many things like material, posture, place, weather conditions, etc. The types of house a person built depends upon many things like material, posture, place, weather conditions, etc. The types of house a person built depends upon many things like material, posture, place, weather conditions, etc. The types of house a person built depends upon many things like material, posture, place, weather conditions, etc. അതായത് നമ്മൾ നിർമ്മിക്കുന്ന വീടുകൾ തരം മെറ്റീരിയല്, ചെലവ്, അതേപോലെ തന്നെ കാലാവസ്ഥ, പിന്നെ സാഹചര്യങ്ങൾ, സമയം പോലുള്ള പല കാര്യങ്ങളും ആശ്രയിച്ചിരിക്കുന്നത്. വീട് നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യം മെറ്റീരിയൽസ് വേണം, പിന്നെന്താണ് കാലാവസ്ഥ അനുയോജ്യമായിട്ട്, പിന്നെന്താ ആദ്യം ക്യാഷ് വേണം, പണം വേണം, പിന്നെ സ്ഥലം വേണം, പിന്നെന്താ അങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും ഓരോ വീട് നിർമ്മിക്കുമ്പോഴെന്താ അതിലെന്ത് വേണം? ആദ്യം വേണം ക്യാഷ് വേണം, സ്ഥലം വേണം, പിന്നെന്താണ് മെറ്റീരിയൽസ് വേണം, പിന്നെ എന്താ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും വീട് വെക്കുന്നത്. ഓക്കെ, അത് നോക്കിക്കേ. We see different types of house all over the world. We see different types of house all over the world. ലോകമെമ്പാടും പലതരത്തിലുള്ള വീടുകൾ നമ്മൾ കാണുന്നില്ലേ? ലോകമെമ്പാടും നമ്മൾ എന്ത് ചെയ്യുന്നു? പല തരത്തിലുള്ള വീടുകൾ നമ്മൾ കാണുന്നു ലോകമെമ്പാടും.
അത് ആദ്യം പിക്ചർ നോക്കിക്കേ, ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ഹൗസ് വിത്ത് സ്ലോപ്പിംഗ് റൂഫ്. ഹൗസ് വിത്ത് സ്ലോപ്പിംഗ് റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞ മേൽക്കൂരയുള്ള വീട്. ചരിഞ്ഞ മേൽക്കൂരയുള്ള വീടാണ് എന്തായി? ഹൗസ് വിത്ത് സ്ലോപ്പിംഗ് റൂഫ്. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോ എടുത്ത് ഡിസ്പ്ലേ ചെയ്യുക. പേജ് നമ്പർ 102 നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ ചെയ്യുക. ചെയ്തതിനു ശേഷം ചെയ്യുക. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചതിന് ശേഷം ചെയ്യുക. അതിന്റെ ഫോട്ടോ എടുത്ത് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, താങ്ക് യു. Good morning, dear students. How are you all? I hope you are fine. നമുക്കിന്ന് കമ്പ്യൂട്ടർ പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സ്പെഷ്യൽ കീസ് ഓൺ കീബോർഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചതില്ലേ? ഇതിൽ നമ്മള് ഫംഗ്ഷൻ കീസ് ഒക്കെ പഠിച്ചായിരുന്നില്ലേ? അപ്പൊ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സ്പെഷ്യൽ കീസ് ഓൺ കീബോർഡ്. ഏത് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്പെഷ്യൽ കീസ് ഓൺ കീബോർഡ്. ഇതിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എൻറ്റർ കീയെ കുറിച്ച് പഠിച്ചായിരുന്നില്ലേ? പിന്നെ ടാബ് എന്താണെന്ന് പഠിച്ചായിരുന്നു. പിന്നെ എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഇൻസേർട്ട് എന്താണെന്ന് പഠിച്ചായിരുന്നില്ലേ? പിന്നെന്ത് പഠിച്ച്? ഡിലീറ്റ് കീ എന്താണെന്ന് പഠിച്ചില്ലേ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമുക്കപ്പൊ ഇന്ന് അടുത്തൊരു കീയെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കോൾ ലോക്ക്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സ്കോൾ ലോക്ക് ആണ്. The scroll lock key was made to lock all scrolling techniques. Scroll lock was intended to modify the behavior of the arrow keys. Scroll lock is used to scrolling through the text. If scrolling needed to be done page by page and also line by line, scrolling lock can be used. എന്താണ് scroll lock? The scroll lock key was meant to unlock all scrolling techniques. Scroll lock was intended to modify the behavior of the arrow keys. Scroll lock is used for scrolling through text. If scrolling needed to be done page by page and also line by line, scroll lock can be used. Scroll lock എന്താണെന്ന് നോക്കാം. The scroll lock key was made to lock all scrolling techniques. എല്ലാ സ്ക്രോളിംഗ് ടെക്നിക്സും ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സ്ക്രോൾ ലോക്ക് എന്ന് പറയുന്നത്. സ്ക്രോൾ ലോക്ക് കീ എന്താണ്? സ്ക്രോൾ ലോക്ക് കീ എന്താണ്? സ്ക്രോൾ ലോക്ക് കീ എന്താണ്? സ്ക്രോൾ ലോക്ക് കീ. The scroll lock key was made to lock all scrolling techniques. എല്ലാ സ്ക്രോളിംഗ് ടെക്നിക്സും ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ക്രോൾ ലോക്ക് കീ എന്ന് പറയുന്നത്. എന്താണ് സ്ക്രോൾ ലോക്ക് കീ? എല്ലാ സ്ക്രോളിംഗ് ടെക്നിക്സും ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് സ്ക്രോൾ ലോക്ക് കീ എന്ന് പറയുന്നത്. The scroll lock key was made to lock all scrolling techniques. എല്ലാ സ്ക്രോളിംഗ് ടെക്നിക്സും ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സ്ക്രോൾ ലോക്ക് കീ എന്ന് പറയുന്നത്. Scroll lock was intended to modify the behavior of the arrow key.
ആരോ കീയുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ത് സ്കോൾ ലോക്ക് എന്ന് പറയുന്നത്. സ്കോൾ ലോക്ക് വാസ് intended to modify the behavior of the arrow key. ആരോ കീയുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് സ്കോൾ ലോക്ക് കീ എന്ന് പറയുന്നത്. സ്കോൾ ലോക്ക് ഈസ് യൂസ്ഡ് ഫോർ സ്കോളിംഗ് ത്രൂ ടെസ്റ്റ്. ടെസ്റ്റിലൂടെ സ്കോളിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്കോൾ ലോക്ക് കീ എന്ന് പറയുന്നത്. If scrolling needed to be done page by page and also line by line, scroll lock can be used. If scrolling needed to be done page by page and also line by line, scroll lock can be used. സ്ക്രോളിംഗ് പേജ് ബൈ പേജ്, ഓരോ പേജ് ആയിട്ടും അതുപോലെ ഓരോ വരി വരിയായിട്ടും ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടും ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും സ്ക്രോൾ ലോക്ക് കീ ഉപയോഗിക്കും. If scrolling needed to be done page by page and also line by line, scroll lock can be used. അപ്പം സ്ക്രോളിംഗ് പേജ് ബൈ പേജ് ആയിട്ടും ഓരോ പേജ് ബൈ പേജ് ആയിട്ടും അല്ലെങ്കിൽ ഓരോ വരി വരിയായിട്ടും ലൈൻ ബൈ ലൈൻ ആയിട്ടോ ചെയ്യണമെങ്കിൽ എന്തുപയോഗിക്കും സ്ക്രോൾ ലോക്ക് കീ ഉപയോഗിക്കും. The scroll lock key was made to lock all scrolling techniques. എല്ലാ സ്ക്രോളിംഗ് ടെക്നിക്സും ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് സ്ക്രോൾ ലോക്ക് കീ എന്ന് പറയുന്നത്. Scroll lock was intended to modify the behavior of the arrow key. ആരോ കീയുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് സ്ക്രോൾ ലോക്ക് എന്ന് പറയുന്നത്. Scroll lock is used for scrolling through test. ടെസ്റ്റ് വഴി സ്ക്രോൾ ചെയ്യാൻ എന്ത് ഉപയോഗിക്കും സ്ക്രോൾ ലോക്ക് കീ ഉപയോഗിക്കും. If scrolling needed to be done page by page and also line by line, scroll lock can be used. സ്ക്രോളിംഗ് പേജ് ബൈ പേജ് ആയി ചെയ്യാനോ അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തുപയോഗിക്കും സ്ക്രോൾ ലോക്ക് കീ ഉപയോഗിക്കും. ഇനി എന്താണ് നം ലോക്ക് കീ എന്ന് പഠിക്കാം. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നം ലോക്ക് കീ. എന്താണ് നം ലോക്ക് എന്ന് പറയുന്നത്? A set of number key present on the right side of the keyboard is the numeric keypad. എന്താണ് നം ലോക്ക് എന്ന് പറയുന്നത്? A set of number keys present on the right side of the keyboard is the numeric keypad. A set of number key present on the right side of the keyboard is the numeric keypad. If the numeric keypad needed to be used, the num lock key should be turned on. By activating num lock, the keys can be used to enter the numbers into the computer. A set of number keys present on the right side of the keyboard is the numeric keypad. If the numeric keypad needed to be used, the num lock key should be turned on. By activating num lock, the keys can be used to enter the numbers into the computer. എന്താണ് നം ലോക്ക് എന്ന് പറയുന്നത്? A set of number keys present on the right side of the keyboard is numeric keypad. കീബോർഡിലെ റൈറ്റ് സൈഡ് കീബോർഡിലെ വലത് വശത്ത് കാണപ്പെടുന്ന ന്യൂമറിക് കീപാഡ് ആണ് എന്ന് പറയുന്നത് നമ്പർ കീ എന്ന് പറയുന്നത്. A set of number keys present on the right side of the keyboard is the numeric keypad. A set of number keys present on the right side of the keyboard is the numeric keypad. If the numeric keypad needed to be used, the num lock key should be turned on. By activating num lock, the keys can be used to enter the numbers into the computer. എന്താണ് നം ലോക്ക് എന്ന് പറയുന്നത്? A set of number keys present on the right side of the keyboard is the numeric keypad. കീബോർഡിന്റെ വലതുവശത്ത് കാണപ്പെടുന്ന ന്യൂമറിക് കീപാഡ് ഉള്ള ഒരു കൂട്ടം കീസ് ആണെന്ന് പറയുന്നത് നമ്പർ കീ ആണെന്ന് പറയുന്നത് നം ലോക്ക് എന്ന് പറയുന്നത്. A set of number keys present on the right side of the keyboard is the numeric keypad.
എന്താണ് ഒരു കൂട്ടം നമ്പർ കീകൾ. ഇത് എവിടെയാണ് നിലനിൽക്കുന്നത്? കീബോർഡിന്റെ വലതുവശത്ത് കാണുന്ന ഒരു കൂട്ടം നമ്പർ കീകളാണ് എന്ന് പറയുന്നത് ന്യൂമറിക് കീപാഡ്. If the numeric keypad need to be used, the numlock key should be turned on. അപ്പം ന്യൂമറിക് കീപാഡ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? numlock key ഓൺ ചെയ്യണം അല്ലേ? A set of number keys present on the right side of the keyboard is the numeric keypad. If the numeric keypad needed to be used, the number lock key should be turned on. By activating number lock, then keys can be used to enter the numbers into the computer. എന്താണ് നമ്പർ ലോക്ക് എന്ന് പറയുന്നത്? A set of number keys present on the right side of the keyboard is the numeric keypad. കമ്പ്യൂട്ടറിലെ കീബോർഡില് വലതുവശത്ത് കാണുന്ന ഒരു കൂട്ടം നമ്പർ കീസ് ആണ് എന്ത് പറയുന്നത്? ന്യൂമറിക് കീപാഡ് എന്ന് പറയുന്നത്. If the numeric keypad need to be used, the number lock key should be turned on. ഈ ന്യൂമറിക് കീപാഡ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? നമ്പർ ലോക്ക് കീ ഓൺ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ന്യൂമറിക് കീപാഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. A set of number keys present on the right side of the keyboard is the numeric keypad. If the numeric keypad need to be used, the number lock key should be turned on. കീബോർഡിന്റെ വലതുവശത്ത് കാണുന്ന ഒരു കൂട്ടം നമ്പർ കീ ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂമറിക് കീപാഡ് എന്ന് പറയുന്നത്. If the numeric keypad need to be used, the number lock key should be turned on. ഈ കീബോർഡിന്റെ വലതുവശത്ത് കാണുന്ന ഈ ന്യൂമറിക് കീപാഡ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? നമ്പർ ലോക്ക് കീ ഓൺ ചെയ്യണം അല്ലേ? എങ്കിൽ മാത്രമേ കീബോർഡിന്റെ വലതുവശത്ത് കാണുന്ന ഈ ന്യൂമറിക് കീപാഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഈ ന്യൂമറിക് കീപാഡ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കീബോർഡിലെ നമ്പർ ലോക്ക് കീ നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. By activating numlock, the keys can be used to enter the numbers into the computer. By activating numlock, number lock, the keys can be used to enter the numbers into the computer. By activating number lock, the keys can be used to enter the numbers into the computer. By activating number lock, the keys can be used to enter the numbers into the computer. നമ്മൾ നമ്പർ ലോക്ക് കീ ഓൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? The keys can be used to enter the numbers into the computer. നമ്പർ ലോക്ക് കീ ഓൺ ആക്കുമ്പോൾ ആ ന്യൂമറിക് കീപാഡിൽ കാണുന്ന നമ്പേഴ്സ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കമ്പ്യൂട്ടറിൽ ഈ നമ്പേഴ്സ് ഒക്കെ അടിച്ച് ഉപയോഗിക്കാൻ പറ്റും. By activating number lock, the keys can be used to enter the numbers in the computer. ഈ നമ്പർ ലോക്ക് കീ ഓൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കമ്പ്യൂട്ടറിൽ നമ്പറൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ഈ കീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കാം. ഇപ്പൊ പഠിപ്പിച്ച സ്കോൾ ലോക്ക് കീയും നംലോക്ക് കീയിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ട്രൂ ഓർ ഫാൾസ് പഠിക്കാം. ഇന്ന് നമ്മൾ ട്രൂ ഓർ ഫാൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. റൈറ്റ് ട്രൂ ഓർ ഫാൾസ്, ശരിയാണോ തെറ്റാണോ എന്ന് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫങ്ഷൻ കീസ് ആർ ഓൾസോ കോൾഡ് ആസ് ആരോ കീസ്. ഫങ്ഷൻ കീ എന്തെന്നും പറയും? ആരോ കീ എന്നും പറയുന്നു. ഫങ്ഷൻ കീസിന് എന്തെന്ന് പറയും? ആരോ കീ എന്നും പറയുന്നു. ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. Function keys are also called as arrow keys. Function keys are also called as arrow keys. ഇങ്ങനെ പറയോ? ഫംഗ്ഷൻ കീ ആരോ കീ എന്ന് പറയോ? ഇല്ല. അപ്പൊ എന്താണ് ആൻസർ? ഫാൾസ് ആണല്ലേ? ഇതാണ് ഫാൾസ്. The escape key is used to close a menu or a dialog box. എസ്കേപ്പ് കീ ഉപയോഗിച്ച് ഒരു മെനു അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ, ശരിയാണല്ലേ? The escape key is used to close a menu or a dialog box. ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു മെനു ക്ലോസ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നു? എസ്കേപ്പ് കീ ഉപയോഗിക്കുന്നല്ലേ? അതുകൊണ്ട് അവിടെ
എന്താ അത് ട്രൂ ആണ്. ആ സെന്റൻസ് എന്താ ട്രൂ ആണ്, ശരിയാണല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. There are 2 shift keys on the keyboard. കീബോർഡിൽ 2 ഷിഫ്റ്റ് കീ ഉണ്ട്. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ. ഇല്ലേ? There are 2 shift keys on keyboard. കീബോർഡിൽ 2 ഷിഫ്റ്റ് കീ ഉണ്ട്. ട്രൂ ആണല്ലേ, ശരിയാണ്. ഫോർത്ത് സെന്റൻസ് നോക്കിക്കേ. The insert key is used to delete. The insert key is used to delete. ഡിലീറ്റ് ചെയ്യാൻ ഇൻസെർട്ട് കീ ഉപയോഗിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. എഫ്. Caps lock key is used to type the letters of alphabet in capital. Caps lock key is used to type the letters of alphabet in capital. Caps lock key is used to type the letters of alphabet in capital. True ആണോ ഫാൾസ് ആണോ? ട്രൂ. ശരിയാണല്ലേ. എന്താണ്? Caps lock key is used to type the letters of alphabet in capital. ഈ ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ആൽഫബറ്റിൽ ആവണമെങ്കിൽ എന്ത് ഉപയോഗിക്കണം? Caps lock key ഉപയോഗിക്കണം. അപ്പൊ ആ സെന്റൻസ് എന്താണ്? ട്രൂ ആണ്, ശരിയാണല്ലേ. Caps lock key is used to type the letters of alphabet in capital. ക്യാപിറ്റലിലായിട്ട് ലെറ്റേഴ്സ് ഒക്കെ ക്യാപിറ്റലിൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആൽഫബറ്റ് ഒക്കെ ക്യാപിറ്റൽ ആക്കണം. എന്ത് ചെയ്യണം? ക്യാപ്സ് ലോക്ക് കീ ഓൺ ചെയ്യണം അല്ലേ. അപ്പൊ അതെന്താണ്? ട്രൂ ആണ്. അപ്പം ഈ റൈറ്റ് ട്രൂ ഓർ ഫാൾസ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.